ഫ്രണ്ട്സ്, ഏറെക്കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് തരണം, എന്നിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് തരണം, ആൾക്കാരുമായിട്ട് സംസാരിക്കണം, ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് ഏറ്റവും നല്ലൊരു മാർഗ്ഗം യൂട്യൂബ് എന്നുള്ള രീതിയിൽ അത് കണ്ടുകൊണ്ട് മാത്രം ഒരു പുതിയ സംരംഭമായിട്ട് തുടങ്ങാം. അപ്പോൾ ഐശ്വര്യമായിട്ട് പറയത്തില്ലേ, ഐശ്വര്യമായിട്ടൊരു തേങ്ങ പൊതിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് പൊതിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തായിട്ട് ഇങ്ങനത്തെ ഞാൻ രണ്ടെണ്ണം നേരത്തെ പൊതിച്ച് വെച്ചു. അപ്പോൾ ഇതും കൂടെ ഒന്ന് പൊതിച്ച് വെക്കാം. അപ്പോൾ ഇതിനകത്തുള്ള സാധനം എന്താണെന്ന് കൂടെ കാണിച്ചു തരാം. പഴയ ഓർമ്മകളിലൊക്കെ ഉണ്ടാകുന്നൊരു ഐറ്റമാണ്. ബാഹുബലി നൊങ്ക് കാണിക്കാമെന്ന് പറഞ്ഞവൻ എന്താ അതിലേ പോയിട്ട് ഇതിലേ വരുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിലേ പോയിട്ട് ഇതിലേ വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ സമയത്ത് 9-ാം തീയതിയും 10-ാം തീയതിയും കഴിഞ്ഞ് 11-ാം തീയതിയും കഴിഞ്ഞ് 11-ാം തീയതി നമുക്ക് റിസൾട്ട് വരും. 9-ഉം 10-ഉം ആലോചിക്കണം. ഇത് എൻ്റെ വീട്ടിൽ കുഴപ്പമില്ലാത്ത രീതിയിലത്തെ ഒരു തെങ്ങുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആ കൽപ്പവൃക്ഷത്തിൽ എപ്പോഴൊക്കെ നമ്മളത് വെട്ടണമെന്ന് വിചാരിക്കും, അപ്പോഴൊക്കെ അത് നല്ലപോലെ കാണിച്ചു. അതായത് ഒരുമാതിരി അവനെ കളയണം എന്ന് വിചാരിക്കുമ്പോൾ അവൻ നല്ലപോലെ പണിയെടുക്കുന്നു എന്ന് കാണിക്കത്തില്ല, അതേപോലെ കാണിച്ചു. കൽപ്പവൃക്ഷം ആയതുകൊണ്ട് കളയാൻ മനസ്സ് വെച്ചില്ല. പക്ഷേ 9-ാം തീയതിയും 11-ാം തീയതിയും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങളുടെ നാടും തോടും വീടും നിങ്ങളുടെ പരിസരങ്ങളും എല്ലാം വീക്ഷിക്കണം. വികസനം നടന്നിട്ടുണ്ടോ അതോ പാട്ടുകളി മാത്രമാണ് വികസനം നടക്കുന്നത്? എനിക്ക് എൻ്റെ നാടിനെ പറ്റി ഒരു കുഴപ്പം തോന്നുന്നില്ല അധികം. എന്നാലും ചിരിച്ച് കാണിച്ചിട്ട് പിന്നെ മുഖം തിരിച്ച് നടക്കുന്ന കൂട്ടങ്ങളിലെ നോക്കിയും കണ്ട് മൂട്ടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഉള്ളു ചീഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യം. ഇത് ഉള്ളു നല്ലതാണ്, വെള്ളം മാത്രമേ കേടായി. വെള്ളം കുഴപ്പമില്ല. പറ്റുന്നില്ലോ, അതിനോട് പവറില്ല. വെള്ളമുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഞാൻ കളഞ്ഞറിയാതെ നല്ല വെള്ളമായിരുന്നു. പൊട്ടിയുമ്പോൾ ആലോചിച്ചില്ല. നമുക്ക് കാണിക്കാൻ വന്ന വോട്ടിൻ്റെ കാര്യം എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ പദ്ധതിയിലെ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ നിഷ്പക്ഷനാണ്. സ്വന്തമായിട്ട് രാഷ്ട്രീയ ബോധവും ഉണ്ടാകുന്നവന് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇനി നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു, പലതും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ പോയിട്ടുള്ള പല നേതാക്കന്മാരും പല ആൾക്കാരും നമ്മുടെ മുമ്പിലുണ്ടാവും. നേതാക്കന്മാരെന്ന് പറയുമ്പോൾ ആസ് ഹോൾ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ പല കുടികൾക്കും പല നേതാക്കന്മാരാണല്ലോ ഉള്ളത്. ശ്രദ്ധിച്ചും കണ്ടും വോട്ട് ചെയ്യുമെന്ന് പറയുന്നതിൽ വിശ്വാസമുള്ളവന് മാത്രം വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ കാണാൻ നമുക്ക് കുറേ സമയമെടുക്കും. ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത രീതി ചിലപ്പോഴൊക്കെ പറയത്തില്ല, ചെയ്ത് നോക്കുന്ന അകത്ത് പ്രാഥമികമായിട്ടൊന്നും കാണത്തില്ല. നൊങ്കായിട്ടുണ്ട് ഗൈസ്. ഇത് ആ കൂട്ടത്തിലുള്ള എല്ലാവരും നൊങ്കായി വരുന്നയുള്ളായിരുന്നു. അതിന് മുമ്പിൽ കുറിച്ച് ഇനിയുള്ളതിൽ നിങ്ങൾക്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഒരു വട്ടം വോട്ട് ചെയ്ത് നമുക്ക് തെറ്റ് പറ്റുമെങ്കിൽ തിരുത്താൻ നമുക്ക് സമയമുണ്ടാവും. അത് മനസ്സിലായി കിട്ടി. സോ എനിക്കിത്രേ പറയാനുള്ളൂ. വോട്ട് വൈസ്ലി, ചൂസ് യുവർ ലീഡർ വൈസ്ലി. ബൈ.